ഏതൊരു വ്യക്തിൻ്റെ പ്രശ്നമാണ് ആള് സ്റ്റഡി ആയി നിൽക്കുക എന്നുള്ളത്. ആള് സ്റ്റഡി ആയി നിൽക്കണമെങ്കിൽ അയാളെ ഡ്രസ്സ് എപ്പോഴും സ്റ്റഡി ആയിരിക്കണം. അയാളെ ഡ്രസ്സ് സ്റ്റഡി ആവണമെങ്കിൽ എന്ത് വേണം? ഇസ്തിരിപ്പെട്ടി സ്റ്റഡി ആയിട്ട് നിൽക്കണം. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മളെടുത്തുള്ളത്. എല്ലാ വീട്ടിലും പ്രശ്നമാണ് ഇസ്തിരി കൊണ്ടുള്ള പ്രശ്നം. നിങ്ങളൊക്കെ ഇസ്തിരി ഇട്ടതിന് ശേഷം ഈ സാധനം എവിടെ കൊണ്ടുപോയി വെക്കല്? ഈ രണ്ട് വാതിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മൾ ഇസ്തിരി ഇടാനുള്ള ടേബിൾ വെക്കണമെങ്കിൽ ഒരു ടേബിൾ വെച്ചാൽ ആ സ്ഥലം നമുക്ക് വേസ്റ്റ് ആയി പോകണം. എന്നാൽ നേരെ മറിച്ച് നമ്മളെ ഈ ടേബിൾ ഉപയോഗിക്കുമ്പോൾ ഇതാണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉസ്താദിനാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഉസ്താദേ എന്റെ വിശേഷം ഉസ്താ? അൽഹംദുലില്ലാ. എന്താ നിങ്ങളുടെ പേര് പറഞ്ഞതാണ്? പേര് മുഹയ്യസുന്ന അഹ്സനി. അല്ല, അപ്പൊ നിങ്ങളെ എന്താണ് അവിടെ പരിപാടി ഇപ്പൊ ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഇസ്തിരിപ്പെട്ടി വെക്കാനൊരു സ്ഥലമില്ല എന്നുള്ളത്. അപ്പോൾ ടേബിൾ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇസ്തിരിപ്പെട്ടി വെക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിൽ ചെയ്യണം എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ ഹാൻഡ് ബോക്സ് സ്റ്റാൻഡ്. ഈ ഹാൻഡ് ബോക്സ് സ്റ്റാൻഡ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് വുഡിലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മൾ ഫൈനലായിട്ട് വരുന്ന പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോലാണ് ഇതിനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ അതിൻ്റെ ചാവി അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടിന്റെ വയർ ഇതെല്ലാം വെക്കാൻ പറ്റിയ ഒരു കോലത്തിലുള്ളതാണ്. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. ഒരു കാലത്തും ഇത് കേട് വരില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഒന്നാമത് സ്റ്റീലാണ് വരുന്നത്. പിന്നെ വുഡ് എന്താ വരുന്നത്? വുഡ് നല്ല റബ്ബ് വുഡാണ് വരുന്നത്. അത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോ ഇത് എത്ര ആൾക്കാർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എത്ര ആളുകൾ വന്നാലും നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. കൊടുക്കല്ലേ? നമ്മളോട് ഡയറക്റ്റ് സെയിൽ ഇല്ല, ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആയതുകൊണ്ടാണ് ആ റേറ്റ്. വളരെ കുറച്ച് കാണ്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ലൈഫ് ലോങ് കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് അതിനേറെ ക്വാളിറ്റി ഉള്ള സാധനമാണ് ആണല്ലേ? ഇതിന്റെ സ്റ്റീല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? സ്റ്റീല് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ്. പിന്നെ ഇതിലൊന്നും കേട് വരാനില്ല. കാലാകാലം ഇത് അങ്ങനെ തന്നെ നിൽക്കും സാധനം. അപ്പൊ വലിയൊരു അപകടം നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഉള്ള ടേബിളും ഉണ്ട്. ടേബിളും ഇതിന്റെ കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ രണ്ട് വാതിന്റെ അടിയിലുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മൾ ഇസ്തിരി ഇടാനുള്ള ടേബിൾ വെക്കണമെങ്കിൽ ഒരു ടേബിൾ വെച്ചാൽ ആ സ്ഥലം നമുക്ക് വേസ്റ്റ് ആയി പോകണം. എന്നാൽ നേരെ മറിച്ച് നമ്മളെ ഈ ടേബിൾ ഉപയോഗിക്കുമ്പോൾ ഇതാണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ സ്ഥലം നമുക്ക് ആളുകൾക്ക് പോകാനും പാസേജിനും ഒക്കെ വളരെ ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ടേബിൾ ഏതാ മെറ്റീരിയൽ വരുന്നത്? ഈ ടേബിള് മറ്റുള്ള ടേബിളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് ഇത് മെറ്റലാണ്. ഒരു കാലത്തും ഇതും എന്താവില്ല, ഒന്നും പ്രശ്നം വരില്ല. മാർക്കറ്റിൽ വേറെ ഉള്ളത് മാർക്കറ്റിൽ മെറ്റലിന്റെ സാധനം ഇങ്ങനെ ഫോൾഡബിൾ നമ്മൾ വന്ന് കണ്ടിട്ടില്ല. പിന്നെ ഫോൾഡബിൾ ടേബിളിന്റെ മറ്റൊരു ഉപയോഗം ഇതിലുള്ളത് ഇതിന്റെ ഈ ക്ലോത്ത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ബാക്കിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറിച്ചിടാം. ഇങ്ങനെ ഉള്ളിലേക്ക് പോകും, അങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാനും പറ്റും. ഇത് തേക്കണ സമയത്ത് നല്ല ചൂടുണ്ടാവും. ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇവിടെ വെക്കാതെ നമുക്ക് ആ സമയത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഡ്രസ്സൊക്കെ ലാവിഷായിട്ട് ഇവിടെ പിരിച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യാം, തേക്കാം. അപ്പോൾ ഡ്രസ്സ് പിരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചുകൊണ്ടുള്ള സ്ഥലവും മറ്റുള്ളതും മുടക്കൂല. മാത്രമല്ല ഇത് ഒരു സേഫായ സ്ഥലത്ത് നിൽക്കും ചെയ്യും അല്ലേ? പിന്നെ നമുക്ക് ഇത് ഇട്ടതിന് ശേഷം ഇട്ട് കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ നമ്മൾ മറന്നു വെച്ച് പോയാലും ഒരു പ്രശ്നം വരാനില്ല. നേരെ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി. സ്വിച്ച് ഓഫ് ആക്കി കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ മുഹീസുൻ ഉസ്താദിന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഇത് പല ഐറ്റംസുകൾ വരുന്നുണ്ട് അല്ലേ? അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അല്ലേ, പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മുടെ ഉസ്താദ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉസ്താ അടുത്തൊന്നും ഇത് കേട് വരൂല അല്ലേ? എത്ര കൊല്ലമാണെങ്കിലാണ് നിന്നോളൂ അല്ലേ? ഒരു പ്രശ്നം വരാതെ. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ഇസ്തിരി ഇട്ടതിന് ശേഷം ഈ ഇസ്തിരി അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ടേബിൾമ വെക്കുകയാണെങ്കിൽ തുണി കരിയും. അതേപോലെ തന്നെ നമ്മളിപ്പോ ചെരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളൊക്കെ തട്ടി തെറിഞ്ഞിട്ട് അല്ലെ വീഴും. അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ള വലിയൊരു തലവേദനയാണ് ഈ ഇസ്തിരി ഇട്ടതിന് ശേഷം ഇസ്തിരി എവിടെ കൊണ്ടുവെക്കുന്നുള്ളത്. അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഉസ്താദ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതും അതേപോലെ തന്നെ ടേബിളും കോംബോ ആയിട്ട് ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ ആണെങ്കിൽ നമുക്കിത് കൊറിയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദിന്റെ കസ്റ്റമർ കെയർ നമ്മൾ ഈ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നമുക്കിത് കൊറിയർ അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഉസ്താദ്